നമസ്കാരം. GCC രാജ്യങ്ങളിലെ ആൺകുട്ടി ചുണക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ അർത്ഥം മറ്റ് GCC രാജ്യ തലവന്മാർ ഒന്നിനും കൊള്ളാത്തവർ എന്നുമല്ല. ഉറച്ച നിലപാടുകൾ പിന്നെ പറയാനായി മാറ്റിവെക്കാതെ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് മറ്റാരുമല്ല സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ. ആൾ ചില്ലറക്കാരനൊന്നുമല്ല. സൗദി ഭരണാധികാരിയായിരുന്ന ഫൈസൽ രാജാവിൻ്റെ മകനാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ. പേര് പോലെ തന്നെ ഒരു വെറൈറ്റിയാണ്. സൗദി ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്നു. US മുൻ സൗദിയുടെ അംബാസിഡറുമായിരുന്നു. അപ്പോൾ പറയുന്ന വാക്കിന് US ബന്ധപ്പെട്ട വാക്കുകൾക്കൊക്കെ വ്യക്തതയുണ്ടാകും, വിലയുണ്ടാകും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെ ഒരു രാജ്യം ആണവായുധം സ്വന്തമാക്കുന്നതാണ് US പ്രശ്നമെങ്കിൽ ഇറാനിലല്ല ബോംബിടേണ്ടിയിരുന്നത്, ഇസ്രയേലിലെ ആണവ കേന്ദ്രത്തിലായിരുന്നു US ബോംബർ വിമാനങ്ങൾ ബോംബിടേണ്ടിയിരുന്നത് എന്ന് തുറന്നടിച്ച് അമേരിക്കയും ഇസ്രയേലിനെയും ഇറാനെയും ഒക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് അൽ ഫൈസൽ രാജകുമാരൻ. എന്നിട്ട് മനുഷ്യൻ തീരുന്നില്ല. തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് ഇരട്ടമുഖമുള്ള ഡൊണാൾഡ് ട്രംപ് എന്ന് വരെ US പ്രസിഡന്റായി അധികാരത്തിലുണ്ടാകുമോ അന്ന് വരെ താൻ US കാല് കുത്തില്ലെന്ന് കടുത്തൊരു ശപഥവും എടുത്തിട്ടുണ്ട്. പണ്ട് US പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച് എല്ലാവിധ സഹായവും സഹകരണവും വാരിക്കോരി കൊടുത്തു. അതോടെ അന്നത്തെ ഫൈസൽ രാജകുമാരൻ ഹാരിസ് ട്രൂമാൻ സ്ഥാനം ഒഴിയുന്നതുവരെ താൻ US കാലുകുത്തിലെന്നൊരു ശപഥമെടുത്തിരുന്നു. അത് അദ്ദേഹം ട്രൂമാൻ സ്ഥാനം ഒഴിയുന്നതുവരെ അത് പാലിക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ രാജാവിൻ്റെ രാജരക്തമുള്ള മകൻ അൽ ഫൈസൽ രാജകുമാരൻ തന്നെയാണ് താനെന്ന് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. ഒന്നുകൂടി ആവർത്തിക്കാം. US അണുബോംബാണ് പ്രശ്നമെങ്കിൽ അമേരിക്ക ബോംബിടേണ്ടിയിരുന്നത് ഇസ്രായേലിലായിരുന്നു, ഇറാനിലല്ല എന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ് സൗദി രാജകുമാരൻ. ഒരു അറബ് മാധ്യമത്തിലാണ് ഇസ്രായേലിനും US അൽ ഫൈസൽ രാജകുമാരൻ തുറന്നടിച്ചത്. നീതിയുടെ ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ആയിരുന്നെങ്കിൽ ബിറ്റ് ബോംബറുകൾ ആദ്യം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടേണ്ടിയിരുന്നത് ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രത്തിലായിരുന്നെന്ന് തുർക്കി അൽ ഫൈസൽ പറയുന്നു. ഇസ്രായേലിൻ്റെ കൈവശം ഒന്നല്ല ഒന്നിലധികം ആണവ ബോംബുകൾ തീർച്ചയായും ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ നിന്നും പശ്ചിമേഷ്യയിലടക്കം മറ്റൊരു സംഘർഷത്തിന് തുടക്കമാകുകയാണ്. ആണവായുധമുള്ള ഇസ്രായേൽ അമേരിക്കയുടെ സ്റ്റെപ്പിന് ചമയാതെ ഇതിന് വിശദീകരണം നൽകേണ്ടി വരും. ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ US ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചോദിക്കേണ്ടി വരും ആണവായുധം കയ്യിലുണ്ടോ എന്ന്. അല്ലെങ്കിൽ സൗദി അടക്കം രാജ്യങ്ങൾ US കൊണ്ട് ചോദിപ്പിച്ചിരിക്കും. തീർച്ചയാണത്. ഇസ്രായേലിൻ്റെ ആണവ ഏകാധിപത്യം എന്താണെന്നും അത് എങ്ങനെയാണോ നടപ്പാക്കുന്നതെന്നും ഫൈസൽ രാജകുമാരൻ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അവർ പരിശോധനയ്ക്ക് ഇസ്രായേലിൻ്റെ 7 അയലത്തേക്ക് അടുപ്പിക്കാറില്ല. ആണവ നിർവ്യാപന ഉടമ്പടിയിൽ അവർ ഭാഗവുമല്ല. അത് എന്തുകൊണ്ടായില്ല എന്ന് US ചോദിക്കുന്നുമില്ല. US മാത്രമല്ല, ആരും ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ അന്ത്യത്തിനു വേണ്ടി, നാശത്തിനു വേണ്ടി ഇറാൻ പ്രസ്താവന നടത്തി എന്നാണ് പലരുടെയും ആക്ഷേപം. ഇറാൻ ആണവ ആയുധം കൈവശം വയ്ക്കുമ്പോൾ ഇസ്രായേലിനെ എന്തുകൊണ്ട് കൊണ്ടു ചൊറിയുന്നു? 96-ൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഇറാനെ ആക്രമിക്കാനും ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ഇസ്രായേലിനെ കരുവാക്കിയെന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ അതിലും US മിണ്ടുന്നില്ല. ഇതാണ് അൽ ഫൈസൽ രാജകുമാരൻ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റ് ലോക നേതാക്കളെപ്പോലെ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന ട്രംപ് ഇരട്ട നിലപാടെടുക്കരുതെന്നും ഇരട്ട മുഖം പുറത്തേക്ക് കാട്ടരുതെന്നും തുർക്കി അൽ ഫൈസൽ പറയുന്നു. ഇറാഖിനെതിരായ US നീക്കത്തിനെതിരെ സംസാരിച്ചയാളാണ് ആദ്യം ട്രംപ്. അതിൻ്റെ പ്രത്യാഘാതങ്ങളും ട്രംപ് വിശദീകരിച്ചിരുന്നു. അത് ഇറാൻ്റെ കാര്യത്തിലും ഇനി ട്രംപ് അനുഭവിക്കാൻ പോകുകയാണെന്നാണ് തുർക്കി അൽ ഫൈസൽ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നത്. വെറും മുന്നറിയിപ്പല്ല, ഒരു GCC രാജ്യത്തിൻ്റെ സുപ്രധാനമായ പദവി വഹിക്കുന്നൊരു രാജകുമാരൻ പറയുന്ന വാണിംഗാണ്. ഇസ്രായേലിന് US പ്രത്യേക പരിഗണന ഇനിയും നൽകുന്നത് അപകടമാണ്. അതിനാൽ ഇരട്ട നിലപാട് US തുടരുന്ന കാലത്തോളം തൻ്റെ പിതാവ് ഫൈസൽ രാജാവിൻ്റെ വഴിയാകും താൻ സ്വീകരിക്കുകയെന്നും US പ്രസിഡന്റ് ഹാരിസ് ട്രൂമാൻ ഇസ്രായേലിനെ അംഗീകരിച്ചതോടെ തൻ്റെ പിതാവ് ഫൈസൽ രാജകുമാരൻ ഹാരിസ് ട്രൂമാൻ അധികാരത്തിലുള്ളിടത്തോളം കാലം US കാലുകുത്തില്ലെന്ന് പറഞ്ഞത് നടപ്പാക്കുകയും ചെയ്തു. അതുപോലെ
ഇരട്ട നിലപാടുള്ള ഈ ട്രംപ് അധികാരമൊഴിയുന്നതുവരെ താനും US കാലുകുത്തില്ല, സന്ദർശിക്കില്ല എന്നാണ് അൽ ഫൈസൽ രാജകുമാരൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയതുപോലെ ഇസ്രായേൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് തകർന്നടിഞ്ഞിരിക്കുന്നു. അവർ പിച്ചച്ചട്ടി എടുത്തു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം $500 കോടി സൗദി പലസ്തീൻ്റെ പുനർനിർമ്മാണത്തിനും മറ്റുമായി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാനും മറ്റുമായി സഹായമായി നൽകിയത്. ഇത്തവണ ഇതാ $3 കോടി കൂടി നൽകിയിരിക്കുന്നു. ആകെ തകർന്ന പലസ്തീന് ഒരു ആശ്വാസമാണത്. ഇതിൻ്റെ അർത്ഥം സൗദിക്ക് US പേടിയില്ല, ഒട്ടും പേടിയില്ലെന്നാണ്. ഇതിൻ്റെ അർത്ഥം സൗദിക്ക് ഇസ്രായേലിനെ പേടിക്കേണ്ട കാര്യമേ ഇല്ലെന്നാണ്. അങ്ങനെ US ഇസ്രായേലിൽ നടത്തുന്ന ലോക പോലീസ് കളിക്ക് തടയിടാൻ റഫറിയായി സൗദി തന്നെ തുനിഞ്ഞിറങ്ങുകയാണ്. അടുത്തത് ഖത്തർ വരും. സൗദി ഒറ്റയ്ക്കല്ല, പിന്നെ ഒമാൻ വരും, തൊട്ട് പിന്നാലെ കുവൈറ്റ് വരും. അങ്ങനെ GCC രാജ്യങ്ങൾ ഒരുമിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഏകാധിപത്യത്തിനെതിരെ. ഇസ്രായേലിനെ ഇറാൻ്റെ പേരിൽ ഒന്ന് അയഞ്ഞു കൊടുത്താൽ അവർ GCC രാജ്യങ്ങളുടെ മണ്ടയ്ക്ക് കയറിയിരിക്കുമെന്ന് വളരെ വ്യക്തമായി അറിയാം. അങ്ങനെ GCC രാജ്യങ്ങൾ ഒന്നാകെ തങ്ങളുടെ ആണവ പോർമുനെ ചൊല്ലി ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരു സമയമാണ്. ആ സൂചനയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്.